ആവിയിൽ വേവിച്ച് ഇങ്ങനൊരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 3 ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ അരികുകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ മധുരത്തിന് പാകത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. വൈറ്റ് വാനില എസൻസാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ വാഴയിലോ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ വെള്ളമൊഴിച്ച് നേരത്തെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്ത് ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ മൂടിയോ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് അടുത്ത ലെയറിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് 100 ഗ്രാം ക്യാരറ്റ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കൂടെ തന്നെ 2 മുട്ടയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചയായിട്ടുള്ള ക്യാരറ്റോ അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചതും ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും കട്ടകളില്ലാതെ നല്ലപോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ലെയർ ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അതിന് റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ക്യാരറ്റ് ഒരുപാട് ഉടയാതെ ഇരുന്നത് മാത്രം മാറ്റിയാൽ മതി. വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും കുക്കായിട്ടില്ല, ചെറുതായിട്ട് കുക്കായി വരുമ്പോഴാണ് നമ്മൾ ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഇട്ട് നോക്കുമ്പോൾ നീറ്റായിട്ട് വരുന്ന അത്രയും സമയം മാത്രം വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അരികുകൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് വരഞ്ഞതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറമേ തന്നെ വെച്ച് അതിൻ്റെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ ഒരു 1-2 ദിവസമൊക്കെ കേടാകാതെ ഇരുന്നോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.